അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിൻറ്റേജ് ജേർണൽ സപ്ലൈസ് ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് പാറ്റേൺ പേപ്പേഴ്സിൽ നിന്നാണ്. ഇത് ഉണ്ടാക്കാനും വേണ്ടി കുറച്ച് A4 പേപ്പറിൽ നിന്ന് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പെയിൻ്റാണ് വേണ്ടത്. ഒന്നെങ്കിൽ വാട്ടർ കളർ യൂസ് ചെയ്യാം. ഞാനെടുത്ത കളറിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള ബോട്ടിലിൻ്റെ ക്യാപ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ളത് എടുത്തിട്ട് അത് കളറിലൊന്ന് മുക്കിയിട്ട് പേപ്പറിൽ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കിട്ടും. പിന്നെ അടുത്തതായിട്ട് ചെയ്യണത് കളറിൽ മുക്കിയിട്ട് അത് സ്പ്രേ ചെയ്യണ പോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അതോടെ അതും സെറ്റായി. പിന്നെ രണ്ട് പേപ്പറിൽ, ഒരു പേപ്പറിൽ കുറച്ച് ഡാർക്ക് കളറായിട്ടും മറ്റേ പേപ്പറിൽ കുറച്ച് ലൈറ്റ് കളറായിട്ടും പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ ഡാർക്ക് കളറായിട്ടുള്ള പേപ്പർ ഒന്ന് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് പിന്നെ അതൊന്ന് നിവർത്തിയെടുക്കുക. പിന്നെ അടുത്തൊരു പേപ്പറിൽ ഇതുപോലെ കുറച്ച് ഡിസൈൻസാണ് വരച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഇലകളാണ് വരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് വേറെ പല ഡിസൈൻസും വരച്ചെടുക്കുക. പിന്നെ അടുത്തൊരു പേപ്പറിൽ ഇതുപോലെ സൈഡിൽ കുറച്ച് ഡാർക്ക് കളറായിട്ടും സെൻറ്ററിൽ ലൈറ്റ് കളറായിട്ടും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒരു ഡിസൈനും കൂടി വരച്ചു കൊടുക്കുക. അതോടെ പാറ്റേൺ പേപ്പേഴ്സ് റെഡിയായി. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വാഷിംഗ് ടാപ്സ് ആണ്. അപ്പോൾ അതിനാദ്യം തന്നെ ഇതുപോലെ കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതിൽ ഓരോന്നിനും ഓരോ ഡിസൈൻസ് വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പേപ്പറിൽ ഇതുപോലെ ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തൊരു പേപ്പറിൽ പ്ലെയിൻ കളറാണ് കൊടുക്കുന്നത്. ഇതുപോലെ ഗ്രീൻ കളറ് ഫുള്ളായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത പേപ്പറിൽ ഇതുപോലത്തെ ഡിസൈനാണ് വരച്ച് കൊടുക്കുന്നത്. ഇതെന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് കളറൊക്കെ ചെയ്ത് വന്നപ്പം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതുപോലെയാണ് ലാസ്റ്റ് കിട്ടുക. എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡിൽ കുറച്ചിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കാം. അതോടെ അതും സെറ്റായി. പിന്നെ വേറൊരു പേപ്പർ എടുത്തിട്ട് അതിൽ ഇതുപോലെ പ്ലെയിൻ കളറാണ് കൊടുക്കുന്നത്. അതും ഫുള്ളായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടെ പേപ്പേഴ്സൊക്കെ റെഡിയായി. ഇനി അതൊക്കെ ഒന്ന് വാഷിംഗ് ടാപ്സ് ആക്കി എടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് കാർഡ്ബോർഡ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അതുമേലൊന്ന് ഈ കാർഡ്ബോർഡ് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ അതുമേലൊന്ന് സെലോ ടേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ചെയ്ത് വെച്ച ആ പേപ്പർ ഉണ്ടല്ലോ, അതൊന്ന് ഇതുമേലൊന്ന് സെലോ ടേപ്പ് ചെയ്തിട്ട് അത് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. പിന്നെ അതിൻ്റെ ലാസ്റ്റായിട്ട് ഇതുപോലെ ചെറിയൊരു കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ കഴിയും. അതോടെ വാഷിംഗ് ടാപ്സ് റെഡിയായി. ഇനി അടുത്തതായിട്ട് സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കോയിൻ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ ഒരു 1 രൂപേൻ്റെ കോയിൻ എടുത്തിട്ട് ഒരു പേപ്പറിൻ്റെ താഴെ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് കളർ ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ പേപ്പറിൽ കാണാൻ പറ്റും. എന്നിട്ട് പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അത് സ്റ്റിക്കറാക്കി യൂസ് ചെയ്യാനും വേണ്ടി ഒരു ഗ്ലാസ് പേപ്പറും അതെല്ലാതും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കിലൊന്ന് ഗ്ലൂ സ്റ്റിക്ക് ഒന്ന് യൂസ് ചെയ്തിട്ട് അതെല്ലാതും ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് എപ്പോഴാണോ ഇത് ഉപയോഗിക്കണം എന്ന് തോന്നുമ്പം അതിൻ്റെ ബാക്കിലൊന്ന് കുറച്ച് വെള്ളം തട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പശ ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് വരും. എന്നിട്ട് പിന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ട സ്ഥലത്തൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് കുറച്ച് ഫ്ലവർ ഷേപ്പിലുള്ള സ്റ്റിക്കേഴ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്തതാണ്. പിൻട്രസ്റ്റിൽ ഫ്ലവർ സ്റ്റിക്കേഴ്സിനോ വിൻറ്റേജ് സ്റ്റിക്കേഴ്സിനൊക്കെ അടിച്ചു കൊടുത്താൽ ഇതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ വരും. അപ്പോൾ അതിൽ നിന്ന് എടുത്തതാണ് ഞാനിത്. ഇത് ഭയങ്കര ചെറിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ കളർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ കൊടുത്തിട്ട് എന്നിട്ട് പിന്നെ അതിൻ്റെ മേലെ ഏതെങ്കിലും ഒരു പെന്നെടുത്തിട്ട് ഇതുപോലെ കുറച്ച് ഇലയും പൂവൊക്കെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഫ്ലവർ സ്റ്റിക്കേഴ്സ് റെഡിയായി. എന്നിട്ട് പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ കോയിൻ്റെ സ്റ്റിക്കർ ചെയ്ത പോലെ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഗ്ലൂ സ്റ്റിക്ക് ആക്കിയിട്ട് അതൊന്ന് ഗ്ലാസ് പേപ്പറിന്മേൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതോടെ ഫ്ലവർ സ്റ്റിക്കേഴ്സും കൂടി റെഡിയായി. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വിൻറ്റേജ് ഫ്രെയിംസ് ആണ്. അപ്പോൾ അതിനായിട്ട് ഇതുപോലെ പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് കുറച്ച് വിൻറ്റേജ് ഫ്രെയിംസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതൊന്ന് പേപ്പർക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിലുള്ള കുറച്ച് പേപ്പേഴ്സും കൂടി കട്ട് ചെയ്ത് കൊടുക്കണം. എന്നാലല്ലേ അത് ഫ്രെയിം പോലെ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്ററിലുള്ള പേപ്പറും കൂടി കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ കിട്ടും. അപ്പം എല്ലാ ഫ്രെയിംസും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി അടുത്തതായിട്ട് വിൻറ്റേജ് ലാബിൾസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനും പിൻട്രസ്റ്റ് ആപ്പിൽ നിന്ന് കുറച്ച് ലാബിൾസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഇതുപോലെ പേപ്പർക്ക് വരച്ചിട്ട് അതിൻ്റെ സൈഡിൽ കുറച്ച് ബ്ലാക്ക് കളർ കൊണ്ട് വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ കിട്ടും. എന്നിട്ട് പിന്നെ അതൊന്ന് ഭംഗിക്ക് വേണ്ടി ഗ്ലാസ് പേപ്പറിലൊന്ന് അതല്ലാതെ ഒന്ന് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതോടെ വിൻറ്റേജ് ലാബിൾസും റെഡിയായി. ഇനി ആവശ്യം വരുമ്പം ഇതുമൊന്നൊന്ന് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബുക്കിലൊന്ന് അതൊന്ന് സ്റ്റിക്ക് ചെയ്തെടുത്താൽ മതി. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഫിലിം സ്ട്രിപ്സ് ആണ്. ഉള്ളത് വെച്ച് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഇതാണ്. ഒന്നുമില്ല, ഇതുപോലെ ഒരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതുപോലെ ഒന്ന് ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് ഇതുപോലെ 3 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കോട്ട് ലാബിൾസ് ആണ്. ഇതെന്ന് പറയുമ്പോൾ എല്ലാ ജേർണൽസിലും ഉണ്ടാവും, സൈഡിൽ എന്തെങ്കിലുമൊക്കെ കോട്ട് ചെയ്തിക്കാണ്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുണ്ടാക്കാം നമുക്ക്. അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് കോട്ട്സ് എടുത്തിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ഗ്ലാസ് പേപ്പറിൽ എല്ലാതും ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റാമ്പ്സ് ആണ്. അപ്പോൾ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ അതിൻ്റെ സെൻറ്റർ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ മടക്കിയത്, അതിൻ്റെ ഭാഗം ഒന്ന് വെട്ടുക, കുറച്ച് സ്ഥലം വിട്ടിട്ട് ഒന്നുകൂടി വെട്ടുക, ഒന്ന് വെട്ടുക, കുറച്ച് സ്ഥലം വിട്ടിട്ട് ഒന്നുകൂടി വെട്ടുക. അതല്ലെങ്കിൽ അത് നിവർത്തുമ്പം ഓരോന്നായിട്ട് പോരും. അങ്ങനെ പോരരുത്. ഞാൻ ഫസ്റ്റ് ചെയ്തപ്പം ആകെ ഓരോന്നായിട്ട് പോന്നു. എന്നിട്ട് പിന്നെ ഞാൻ ഒന്നുകൂടി വെട്ടി ഇതുപോലെ കിട്ടിയതാണ്. എന്നിട്ട് പിന്നെ അതിലൊന്ന് ഇങ്ങനെ സൈഡൊന്ന് വരച്ച് കൊടുത്തിട്ട് അതിലിങ്ങനെ ഓരോന്ന് എഴുതി കൊടുക്കുക. അതിലെല്ലാത്തിലും ഓരോന്ന് എഴുതിയിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഡിസൈൻസ് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തേൽ ഒരു റോസ് വരച്ച് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തേൽ കുറച്ച് ഇലയൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്, മൂന്നാമത്തേൽ ഒരു സൺഫ്ലവർ വരച്ച് കൊടുത്തിട്ടുണ്ട്, നാലാമത്തേൽ എന്താ വരച്ച് കൊടുത്തത് എനിക്ക് തന്നെ അറിയില്ല. ഒരു വയലറ്റ് കളർ വെച്ചിക്കാണ്ട് ഒരു ഡിസൈൻ അങ്ങോട്ട് വരച്ച് കൊടുത്തതാണ്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് എല്ലാതും ഒന്ന് കളർ ചെയ്തെടുത്തിട്ടുണ്ട്. അതോടെ സ്റ്റാമ്പ് റെഡിയായി. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പേപ്പർ ഡോയിലീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പേപ്പർ ഡോയിൽ എന്ന് പറഞ്ഞാൽ ഈ ജേർണലിൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവുമല്ലോ, വൈറ്റ് പേപ്പർ കൊണ്ട് ഒരു ഡിസൈൻ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വൈറ്റ് പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലതെന്ന് പറയുന്നത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയാൽ അതങ്ങോട്ട് നല്ല ഭംഗി ഉണ്ടാവില്ല കാണാൻ. ടിഷ്യൂ പേപ്പർ ആകുമ്പോൾ അത് കുറച്ച് ഭംഗി ഉണ്ടാവും കാണാൻ. അതുകൊണ്ട് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലത് ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അത് ഇതുപോലെയൊക്കെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സൈഡ് നിങ്ങൾക്ക് എങ്ങനെയാണോ, റൗണ്ട് ആണോ വേറെ എങ്ങനെയും ആണോ വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴ് ഭാഗത്തും ഇതുപോലെ പീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ അതൊന്ന് നിവർത്തുക. അപ്പോൾ ഇതുപോലെ കിട്ടും. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ ഞാൻ 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. അതോടെ ജേർണൽ സപ്ലൈസ് ഉണ്ടാക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടമായ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.